മാറാടുകൾ ആവർത്തിക്കുമെന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യം, UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യും എന്നതാണ്. എന്ന് മാത്രമല്ല, വേറെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകും, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഭരണ നിയന്ത്രണത്തിൽ വരും എന്നതൊക്കെ പലരും അതിനായിട്ട് ഏറ്റുപറയുന്നു. മോഡി പറഞ്ഞൊരു കാര്യം, ഗുജറാത്തിൽ കോൺഗ്രസ് വിജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകും എന്നതാണ്. എന്നാൽ ഒന്നിൽ വസീറെ ആലം ആകുമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. അഹമ്മദ് പട്ടേൽ വസീറെ ആലം ആകും എന്നൊരു പ്രയോഗമാണ് നടത്തിയത്. ഉത്തരേന്ത്യയിൽ പയറ്റി വിജയിച്ച വർഗീയ വിദ്വേഷ വിഭജന തന്ത്രം, മുസ്ലിങ്ങൾ ഇതരം എന്ന ഒരു വിദ്വേഷ വിഭജന തന്ത്രം കേരളത്തിൽ സമർത്ഥമായി ഉപയോഗിക്കുന്നു. AK ബാലൻ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അതായത് മാറാടുകൾ ആവർത്തിക്കുമെന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യം, UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യും എന്നതാണ്. എന്ന് മാത്രമല്ല, വേറെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകും, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഭരണ നിയന്ത്രണത്തിൽ വരും എന്നതൊക്കെ പലരും അതിനായിട്ട് ഏറ്റുപറയുന്നുണ്ട്. പക്ഷെ ഇതായിരുന്നു ഗുജറാത്ത് തെരഞ്ഞെടുപ്പ്. മോഡി പറഞ്ഞൊരു കാര്യം, ഗുജറാത്തിൽ കോൺഗ്രസ് വിജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകും എന്നതാണ്. എന്നാൽ ഒന്നിൽ വസീറെ ആലം ആകുമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. അഹമ്മദ് പട്ടേൽ വസീറെ ആലം ആകും എന്നൊരു പ്രയോഗമാണ് നടത്തിയത്. അത് ഉറുദു പ്രയോഗമാണ്. വസീറെ ആലം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഉറുദു വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയല്ല ആകുന്നത്, വസീറെ ആലമാണ് ആകുന്നത് അഹമ്മദ് പട്ടേലാണ്. അതേ പാറ്റേണിൽ ഇവിടെ പറയുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സാദൃശ്യമാണ്. ഇതേ പാറ്റേണിലാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖവും. മുഖ്യമന്ത്രിയുടെ അഭിമുഖം എവിടെ നിന്ന് വന്നു? കൈസൺ എന്ന് പറയുന്ന ഒരു PR ഗ്രൂപ്പിൽ നിന്ന് വന്നതാണ്. അതായത് ആ PR ഗ്രൂപ്പ് നരേന്ദ്രമോദിക്ക് വേണ്ടി PR ചെയ്തിരുന്ന ഗ്രൂപ്പാണ്. നരേന്ദ്രമോദിക്കും പിണറായി വിജയനും വേണ്ടി ഒരേ ഗ്രൂപ്പ് PR ചെയ്യും, CPM-ന് വേണ്ടി ഒരേ ഗ്രൂപ്പ് PR ചെയ്യും. ഉത്തരേന്ത്യയിൽ പയറ്റി വിജയിച്ച വർഗീയ വിദ്വേഷ വിഭജന തന്ത്രം, മുസ്ലിങ്ങൾ ഇതരം എന്ന ഒരു വിദ്വേഷ വിഭജന തന്ത്രം കേരളത്തിൽ സമർത്ഥമായി ഉപയോഗിക്കുന്നു. ഇത് കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിൽ ഏതു തരത്തിൽ മാറ്റം വരുമെന്നത് ആലോചിക്കേണ്ടതാണ്. ഉത്തരേന്ത്യയിലെ വർഗീയ വിഭജന തന്ത്രമാണോ കേരളത്തിൽ വിജയിക്കേണ്ടത്? കേരളം പരമ്പരാഗതമായി പുലർത്തിപ്പോകുന്ന നവോത്ഥാന സൗഹൃദ അന്തരീക്ഷത്തിൻ്റെയാണോ, സാഹോദര്യ അന്തരീക്ഷത്തെയാണോ? പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിറ്റികൾ തമ്മിൽ വളരെ സാഹോദര്യമുള്ള, പ്രത്യേകിച്ച് ഈഴവ മുസ്ലിം സാഹോദര്യം, ദളിത് മുസ്ലിം സാഹോദര്യം, ക്രൈസ്തവ മുസ്ലിം ഹാർമണി, ഇതൊക്കെ വളരെ അധികം ആഴത്തിൽ പരന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. ഈ സാഹോദര്യങ്ങളെയും ഹാർമണിയെയും ഒക്കെ തകർക്കാനുള്ള ഈ നീക്കത്തെ അംഗീകരിക്കണമോ? ഉത്തരേന്ത്യയെ പോലെ വെറും ചാണകക്കുഴിയായി കേരളത്തെ മാറ്റണമോ എന്നൊരു ചോദ്യം ഉയർത്തേണ്ടതാണ്.